ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഫോട്ടോഷോപ്പിലെ കളർ കറക്ഷൻ ഓപ്ഷനുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കളർ കറക്ഷൻ ഓപ്ഷനുകളെല്ലാം വരുന്നത് നമ്മുടെ ഇമേജ് മെനുവിനകത്താണ്. ഈ ഒരു കളർ കറക്ഷൻ ഓപ്ഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വളരെ ഡള്ളായിട്ടുള്ള ഒരു ഇമേജിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കളർ കറക്ഷൻ ഓപ്ഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇമേജിനകത്താണ് കളർ കറക്ഷൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ മെനുവിൽ ഇമേജിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ ഒരുപാട് സബ് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാം. ഇതിലെ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സിനകത്താണ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാനുള്ളത്, ബ്രൈറ്റ്നസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റും. ഇവിടെ നമുക്ക് അല്പം ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇമേജിനകത്ത് എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. ഞാനിവിടെ ബ്രൈറ്റ്നസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത സമയത്ത് നമ്മുടെ ഇമേജിനകത്തുള്ള ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അല്പം കൂടി ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുത്തും അതുപോലെ ബ്രൈറ്റ്നസ് കുറച്ച് കൊടുത്തും നമ്മുടെ ഇമേജിന് ആപ്റ്റായിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇമേജ് ബ്രൈറ്റ്നസ് കുറഞ്ഞ് വളരെ ഡള്ളായിട്ടുള്ള ഒരു ഇമേജായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഇമേജാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ഒരു നോർമൽ ബ്രൈറ്റ്നസ് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കോൺട്രാസ്റ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിനകത്ത് കോൺട്രാസ്റ്റ് കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഡാർക്ക് ആയിട്ടുള്ള പോർഷനിലാണ് കോൺട്രാസ്റ്റ് കൂടുതലായിട്ട് എഫക്റ്റ് ആയത്. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കുറച്ച് കൊടുത്തും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കൂട്ടി കൊടുത്തും ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോയ്ക്ക് അനുയോജ്യമായിട്ട് രീതിയിൽ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ടിക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ നമുക്ക് പ്രിവ്യൂ എനേബിൾ ചെയ്യുന്നതിലൂടെ കാണാൻ കഴിയുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ഫോട്ടോഷോപ്പ് തന്നെ ഓട്ടോ ആയിട്ട് തരുന്നതാണ്. നമ്മൾ മാനുവലായിട്ട് ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും കൊടുക്കുന്നില്ല, ഓട്ടോ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനായിട്ടുള്ള ലെവൽസിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടേക്ക് മറ്റൊരു ഇമേജിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ ഓ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ മറ്റൊരു ഇമേജിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇമേജിലേക്ക് പോകാം. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെവൽസിനെ സെലക്ട് ചെയ്യാം. ഈ ലെവൽസിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന കൺട്രോൾ എൽ ആണ്. ഈ ഒരു ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെവൽസിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ലെവൽസിൻ്റെ ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റ് ആണ്. പ്രീസെറ്റ് ആയിട്ട് ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പ് തരുന്ന പ്രീസെറ്റുകളാണ്. നമുക്ക് ഓരോന്നും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രീസെറ്റ്സുകളാണ്. ഞാൻ ഡീഫോൾട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലാണ്. ഈ ചാനലിനകത്ത് നിങ്ങൾക്ക് RGB കളർ മോഡ് കാണാം. ഈ ഒരു RGB എന്ന് പറയുന്ന റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള 3 കളറുകളുടെ കോമ്പിനേഷനാണ് നിങ്ങൾക്കറിയാം. ഇവിടെ നമുക്ക് ഈ ഇമേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള RGB കളർ മോഡ് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കളറിൻ്റെയും ലെവൽസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിൻ്റെ മാത്രമായിട്ട് ലെവൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രമായിട്ട് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ RGB ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് കാണാം ഇൻപുട്ട് ലെവൽസ് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലെവൽസ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കൂടി. ഇവിടെ ഔട്ട്പുട്ട് ലെവൽസിനകത്ത് നിങ്ങൾക്ക് ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്കുള്ള ഒരു ജേണി കാണാം. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ഒരു ഡാർക്ക് ഏരിയ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഡാർക്ക് ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് പ്യുവർ വൈറ്റ് ആയിട്ട് മാറുന്നത് കാണാം. ഇവിടെ ബ്ലാക്ക് കളർ കൂടുതലായിട്ട് വരുന്ന ഈ ലെഫ്റ്റ് സൈഡിന് പറയുന്നത് ഷാഡോ ഏരിയ എന്നാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ വൈറ്റ് കളർ കൂടുതലായിട്ട് വരുന്ന ആ ഏരിയയ്ക്ക് പറയുന്നത് ഹൈലൈറ്റ് ഏരിയ എന്നാണ്. ഈ ഒരു ഷാഡോ ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിനകത്തുള്ള ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിനകത്തുള്ള ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയനാണ്. ഞാനിവിടെ ഈ ഷാഡോ ഏരിയയിലെ പോയിൻ്റ് അല്പം റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജിനകത്തുള്ള ഒരു ഡാർക്ക്നെസ് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഒരു ഡാർക്ക് ഏരിയനെ നമ്മളിപ്പം ഹൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്.
അതായത് ലെഫ്റ്റ് സൈഡ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡാർക്ക് ഏരിയനെ നമ്മൾ ഇമേജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് മുതലുള്ള ഒരു ഡാർക്ക്നെസ് ആണ് നമ്മുടെ ഇമേജിനകത്ത് എഫക്റ്റ് ആവുകയുള്ളൂ. ഈ ഒരു പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലാക്കിൻ്റെ അത്ര ഇൻറ്റൻസിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഇമേജിലുള്ള ഡാർക്ക്നെസ് കുറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതലുള്ള ആ ഒരു കളറാണ് നമ്മുടെ ഇമേജിനകത്തുള്ള ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഹൈലൈറ്റ് ഏരിയയുടെ പോയിന്റ് ഞാൻ ലെഫ്റ്റിലേക്ക് അല്പം മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമേജിനകത്തുള്ള ആ ഒരു വൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമേജ് കുറച്ചും കൂടെ ഒരു ഗ്രേ കളർ മോഡിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ആ ഒരു പോർഷൻ നമ്മുടെ ഇമേജിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇമേജിലെ വൈറ്റ് കളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റ് മുതൽ ലെഫ്റ്റിലേക്കുള്ള പോർഷനാണ്. അപ്പോൾ ഔട്ട്പുട്ട് ലെവൽസിനകത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ലെവൽസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുകളിലുള്ള ഇൻപുട്ട് ലെവൽസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 പോയിന്റ്സുകൾ കാണാം. ലെഫ്റ്റിലുള്ള പോയിന്റ് ഷാഡോ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ഹൈലൈറ്റ് ഏരിയനെ കാണിക്കുന്നതാണ്. ഇതിന് നടുക്കായിട്ട് വരുന്ന പോയിന്റാണ് മിഡ് ടോൺസ്. ഈ ഒരു മിഡ് ടോൺസ് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഇമേജിലുള്ള എൻ്റയർ ഡാർക്ക്നെസ് ഒരുപോലെ കുറഞ്ഞിട്ട് വൈറ്റ്നസ് കൂടി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈലൈറ്റ് ഏരിയയും അതുപോലെ തന്നെ മിഡ് ടോൺസും തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വന്നിട്ടുണ്ട്. അതിനാൽ ഇവിടെ ഹൈലൈറ്റ് ഏരിയ കൂടുതലാണ്, അതുകൊണ്ടാണ് വൈറ്റ്നസ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് മിഡ് ടോൺസിനെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഈ മിഡ് ടോൺസിനെ മൂവ് ചെയ്ത സമയത്ത് ഇമേജിലുള്ള എൻ്റയർ ഡാർക്ക്നെസ് ഇൻക്രീസ് ആയി വൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇമേജിലുള്ള ഷാഡോ ഏരിയനെയും അതുപോലെ തന്നെ ഹൈലൈറ്റ് ഏരിയനെയും മിഡ് ടോൺസിനെ സൂചിപ്പിക്കുന്ന ഒരു ഹിസ്റ്റോഗ്രാമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്കറിയാം ഇമേജിലുള്ള ഷാഡോ ഏരിയയിൽ ഡാർക്ക്നെസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ ഷാഡോ ഏരിയയിൽ നിന്ന് ഡാർക്ക് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്ക് വരുമ്പോൾ ഡാർക്ക് കുറഞ്ഞു വരുന്നത്. ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്രാഫ് കുറഞ്ഞില്ലാതാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിഡ് ടോൺസ് ലെഫ്റ്റിലേക്ക്, അതായത് ഷാഡോ ഏരിയൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിലുള്ള എൻ്റയർ ഡാർക്ക്നെസ് കുറയുന്നതാണ്. അതുപോലെ തന്നെ ഈ മിഡ് ടോൺസിനെ ഹൈലൈറ്റ് ഏരിയയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിലുള്ള വൈറ്റ്നസ് കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ മിഡ് പോയിന്റ് അതിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഷാഡോ ഏരിയയിലെ പോയിന്റ് നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിലെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയനെ മാത്രം കൂടുതൽ ഡാർക്ക് ആക്കുന്നതാണ്. ഇമേജിനെ മുഴുവനായിട്ടും ഡാർക്ക് ആക്കില്ല, ഇമേജിലെ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു പോർഷനെ മാത്രമാണ് കൂടുതലായിട്ട് ഡാർക്ക് ആക്കുക. ഈ ഒരു പോയിന്റിനൊപ്പം തന്നെ മിഡ് പോയിന്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇമേജിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയയിലെ വൈറ്റ്നസ് ഇത്രയും വേണ്ട, അത് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ഏരിയയിലെ പോയിന്റിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇമേജിൽ കാണാം ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനെ മാത്രമാണ് കൂടുതലായിട്ട് ബ്രൈറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു എൻ്റയർ ഇമേജിൽ ബ്രൈറ്റ്നസ് അധികം എഫക്റ്റ് ആയിട്ടില്ല. അപ്പോൾ മിഡ് ടോൺസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ ഇമേജിനെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഷാഡോ ഏരിയനെ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിനകത്ത് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള പോർഷനെയാണ് അത് എഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ഏരിയനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിലുള്ള ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷനായിരിക്കും അത് എഫക്റ്റ് ചെയ്യുക. നമ്മൾ ഹിസ്റ്റോഗ്രാമിനകത്ത് ഈ ഒരു രീതിയിലാണ് ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷനായിട്ട് 3 കളർ പിക്കർ ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലെ ആദ്യത്തെ ആ ഒരു കളർ പിക്കർ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഡോ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൂളാണ്. അതുപോലെ നടുക്കത്തെ ടൂള് മിഡ് ടോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൂളാണ്. ഈ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ടൂള് ഹൈലൈറ്റ് ഏരിയനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. നമ്മൾ മാനുവലായിട്ട് ഹിസ്റ്റോഗ്രാമിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു പിക്കർ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കളറിനെ പിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു ഫസ്റ്റത്തെ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളൊരു പോർഷനെ പിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു നടുക്കത്തെ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇമേജിനകത്ത് വരുന്ന ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെ ഇടയിലുള്ള ഗ്രേ കളറിനെ പിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇമേജിൽ നിന്നൊരു ഗ്രേ ആയിട്ടുള്ള ഒരു പോർഷനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിനകത്ത് ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷനെ പിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇമേജിനകത്ത് കാണാം ഞാൻ ഈ ഒരു കളർ പിക്കർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കളറിനെ പിക്ക് ചെയ്ത സമയത്ത് ഇമേജിൻ്റെ ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ടൂളുകളെക്കാൾ നമുക്ക് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നത് നമ്മൾ ആദ്യം നോക്കിയിട്ടുള്ള ഹിസ്റ്റോഗ്രാമിൽ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ അടുത്തായിട്ടൊരു ഓട്ടോ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് തന്നെ നമ്മുടെ ഇമേജിന് ആവശ്യമായിട്ടുള്ള ലെവൽസ് തരുന്നതാണ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നില്ല, ഫോട്ടോഷോപ്പ് തരുന്ന ആ ഒരു ലെവൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ലെവൽസിൻ്റെ കുറച്ച് ഓപ്ഷൻ പറയാണ്ട് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഈ ചാനലിലുള്ള RGB കളറിനെ കുറിച്ച് മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. ഇവിടെ ഈ RGB കളർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ, ഇത് നമുക്ക് 3ഉം സെപ്പറേറ്റ് ആയിട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ആദ്യം തന്നെ റെഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റെഡ് കളറിൻ്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറയുന്നത് സിയാൻ കളറാണ്. ഗ്രീൻ കളറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മജന്ത. ലാസ്റ്റായിട്ട് വരുന്ന ഈ ഒരു ബ്ലൂ കളറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് യെല്ലോ ആണ്. റെഡ്, ഗ്രീന്, ബ്ലൂ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് കളറായിട്ട് വരുന്നത് CMY ആണ്. ഞാൻ റെഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഹൈലൈറ്റ് ആയിട്ട് പോർഷൻ വരുന്നതാണ് റെഡ് കളർ. നമ്മൾ ഈ ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിനകത്ത് റെഡ് കളർ ഇൻക്രീസ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് തന്നെ വെക്കുന്നുണ്ട്.
അതുപോലെ ഞാൻ ഈ ഷാഡോ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിയാൻ കളർ ഇൻക്രീസ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജിനകത്ത് നമുക്ക് സിയാൻ കളർ കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനെ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കളറായിട്ടുള്ള ഗ്രീനിനെ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഹൈലൈറ്റിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഇൻക്രീസ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ ഇമേജിനകത്ത് എൻ്റയർ ആയിട്ട് ഗ്രീൻ കളർ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഷാഡോ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മജന്ത കളർ ഇൻക്രീസ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ ഒരു ഇമേജിനകത്ത് എൻ്റയർ ആയിട്ട് മജന്ത കളർ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് വരുന്ന ബ്ലൂ കളറിനെ സെലക്ട് ചെയ്യാം. ഞാൻ ഹൈലൈറ്റ് പോയിന്റിന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഇമേജിനകത്ത് ബ്ലൂ ഷെയ്ഡ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഷാഡോ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഇമേജിനകത്ത് യെല്ലോ ഷെയ്ഡാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇമേജിനകത്ത് ഏതെങ്കിലും ഒരു കളർ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രമായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനെ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ഓപ്ഷൻ വരുന്നതാണ്. നമുക്ക് ഈ ഒരു പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇമേജിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഈ ഒരു ഇമേജിനകത്ത് നമ്മൾ മറ്റേ എഡിറ്റുകളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഈ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇമേജിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ ഇമേജിനകത്ത് എനിക്ക് ഡാർക്ക് ഏരിയനെ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷാഡോ ഏരിയനെ അല്പം റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വൈറ്റ് ഏരിയനെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈലൈറ്റ് ഏരിയനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ഒരു വൈറ്റ് ആയിട്ട് ഏരിയയിൽ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ കൂടുതൽ ഡാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സ്കിന്നിൻ്റെ കളറിൽ അല്പം റെഡ് ടോൺ കൂടുതലായിട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് മജന്ത കളർ കൂടുതലായിട്ടാണ്. നമുക്കിവിടെ അല്പം യെല്ലോ കളർ കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാനലിൽ വന്നതിന് ശേഷം ബ്ലൂ സെലക്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റാണ് യെല്ലോ നമുക്കറിയാം. ഇവിടെ ഞാൻ യെല്ലോയുടെ ഒരു പോയിന്റ് അല്പം റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ ഈ ഒരു സ്കിന്നിനകത്ത് റെഡ് ടോൺ കുറഞ്ഞിട്ട് ഒരു യെല്ലോ ടോൺ കൂടി വന്നിട്ടുണ്ട്. യഥാർത്ഥ ഒരു സ്കിന്നിൻ്റെ കളർ ടോൺ കിട്ടിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് അല്പം മജന്ത കൂടി കുറച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രീനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മജന്തേനെ അല്പം കുറച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിലെ ഹൈലൈറ്റ് പോർഷനെ ലെഫ്റ്റിലേക്ക് അല്പം മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇമേജിനകത്ത് അല്പം ഗ്രീൻ കളർ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മജന്ത കളർ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇമേജിനകത്ത് ലെവൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള എഡിറ്റിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെവൽസിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. ഇനി നമുക്കിതിൻ്റെ ഒറിജിനൽ ഇമേജ് നോക്കാം. ഈ ഒരു ഒറിജിനൽ ഇമേജിനേക്കാളും ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ ലെവൽസ് കൊടുത്തിട്ടുള്ള ഇമേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിലെ കളർ കറക്ഷൻ ഓപ്ഷനുകളെ കുറിച്ച് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.